തലസ്ഥാനത്ത് അതിദാരുണമായൊരു കൂട്ടക്കൊല നടന്നിരിക്കുകയാണ്. കുടുംബത്തിലെ അംഗങ്ങളടക്കം പെൺസുഹൃത്തിനെ അടക്കം വെറും 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കൗമാരം വിട്ടുമാറി അവസ്ഥയിലേക്ക് വരുന്നതേ ഉള്ളൂ. അയാൾ അതിദാരുണമായി കുത്തിയും ചുറ്റിക കൊണ്ട് തലക്കടിച്ചുമൊക്കെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് സർ ഈ നമ്മുടെ യുവത്വത്തിന് സംഭവിക്കുന്നത്? എന്താണ് ഇത്? ആരുടെ പരാജയമാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? സത്യത്തിൽ ഭയപ്പെടുത്തുന്നു. ഭയം മാത്രമല്ല, ദുഃഖവും ഉണ്ടാകുന്നു. ആ കുടുംബത്തിൻ്റെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ, അതുപോലെ തന്നെ ബന്ധുക്കളുടെ ജീവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൊച്ചനിയൻ്റെ ഉൾപ്പെടെ വലിയ ഭാവി ഉണ്ടായിരുന്ന ഒരുപാടിനെയും പാതകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആളിൻ്റെ ഈ അകാലമായിട്ടുള്ള മൃത്യുവിലൊക്കെ ഹൃദയം നൊന്തുകൊണ്ട് കുടുംബത്തിന് ശാന്തി കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. പ്രതീക്ഷയ്ക്കെതിരെയുള്ളൊരു പ്രതീക്ഷ, അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഇരുളടഞ്ഞ ഈ സമയത്ത് നമുക്ക് പറയാൻ ഉള്ളത്. സങ്കടം കൊണ്ടാണ് മനസ്സ് ഭരിക്കപ്പെടുന്നത്. അവിടെ ചിന്തകൾ യഥാതഥമായിട്ട് വരികയില്ല, ഒരു പക്ഷേ യുക്തിസഹമായിട്ടും വരികയില്ല. എങ്കിലും നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ അഫാൻ എന്ന് പറയുന്ന ആൾ ലഹരിക്കടിമയായിരുന്നു. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് അദ്ദേഹത്തിനോടൊപ്പം ട്യൂഷന് പോവുകയും സൈക്കിൾ ഓടിക്കുകയും കളിക്കുകയും ചെയ്തിട്ടുള്ള സുഹൃത്ത് പറയുന്നത്, എന്ത് കാര്യം പറഞ്ഞാലും അധികം സംസാരിക്കില്ല, ചിരിക്കുക മാത്രം ചെയ്യുന്നു. അപ്പോൾ ചിരിച്ച് ഒരു വില്ലനാവാനും മനുഷ്യന് കഴിയും എന്നാണോ ഇതിൻ്റെ അർത്ഥം? ഒട്ടും പിടികിട്ടുന്നില്ല വാസ്തവം പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു യുക്തിയിലേക്ക് പോകുമ്പോൾ എനിക്ക് പോകേണ്ടി വരുന്നത്, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ നൊബേൽ സമ്മാനം നേടിയ വില്യം ഗോൾഡിങ്ങിൻ്റെ ഒരു നോവലുണ്ട്, ദി ലോർഡ് ഓഫ് ദി ഫ്ലൈസ്. ഗോഡല്ല, ദി ലോർഡ് ഓഫ് ദി ഫ്ലൈസ്. ആ പേരിൽ നിന്നാണ് അരുന്ധതി റോയ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള കൃതി ഇവിടെ ടൈറ്റിൽ അതിൽ നിന്നാണ് കോപ്പി ചെയ്തിട്ടുള്ളത്. ആ കൃതിയിൽ പറയുന്നത് ഈ ക്രിമിനൽ വാസനകൾ എന്ന് പറയുന്ന അതിൻ്റെ മനഃശാസ്ത്ര വശങ്ങളെല്ലാം തന്നെ കൊച്ചു കുട്ടികളിൽ തന്നെ രൂഢമൂലമായിരിക്കുന്നു എന്നാണ്. അവർ ഇന്നസെൻ്റ് ആണ് എന്നൊക്കെ വേർഡ്സ്വർത്ത് പറഞ്ഞതിനെ അദ്ദേഹം നിശിതമായി ഖണ്ഡിച്ചിരിക്കുക. അവരുടെ ക്രിമിനൽ സ്വഭാവങ്ങളൊക്കെ തന്നെ കൊച്ചിലെ തന്നെ പ്രകടമാകുന്നു. കുറേ കുട്ടികളെല്ലാം കൂടി ഒരു ദ്വീപിൽ പോവുകയും അവിടെ ക്രിമിനലുകളായി പെരുമാറുകയും അന്യോന്യം കൊല്ലുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. കൊച്ചുകുട്ടികൾ കളിച്ചു ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ കൊലപാതകത്തിലേക്ക് പോകുന്ന കുട്ടികളുടെ ഒരു സന്ദർഭമാണ് അദ്ദേഹം ആ നോവലിലൂടെ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു ഞെട്ടിപ്പിക്കലാണ് അഫാൻ്റെ ഈ പെരുമാറ്റം നമുക്ക് ഉള്ളിൽ തട്ടുന്ന വിധം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊരു നോവലിനേക്കാളും ഹൊറർ സിനിമയേക്കാളും കൂടുതലായിട്ട് തിരുവനന്തപുരത്തുകാരെ ബാധിച്ചിരിക്കുന്ന ഒരു സംഭവമാണിത്. അവരുടെ ബന്ധുക്കൾക്ക് തന്നെ ഇതിൻ്റെ ആ ദുരൂഹതകളിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇവർ ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഐക്യത്തോടെ ജീവിക്കുക, ഒരു മഹല്ലയ്ക്കുള്ളിൽ തന്നെ ഐക്യത്തോടെ ജീവിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തോടു കൂടി ജീവിക്കുന്നവരാണ്. ആരുമായും ഒരു സ്പർദ്ധയും കലഹവും ഇല്ലാത്ത ഒരു കുടുംബമാണ്. അവരെക്കുറിച്ച് നല്ലതേ നാട്ടുകാർക്ക് പറയാൻ പറ്റും. അഫാൻ ആദ്യം പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കടക്കണിയിൽപ്പെട്ടായിരിക്കും പലരും അങ്ങനെ ആത്മഹത്യ ചെയ്യാറുണ്ടല്ലോ. മറ്റുള്ളവരെ കൊല്ലുന്നത് അല്ല, നമ്മൾ സംഭവങ്ങൾ വായിച്ചിട്ടുണ്ട്. ബാങ്ക് ലോൺ ഭാരമായിട്ട് ജപ്തി ചെയ്യുമെന്നുള്ള ഭീഷണി വന്നപ്പോൾ കൊച്ചു കുഞ്ഞിനെയും ഭാര്യയെയും കൊന്നു മരിച്ച ഗ്രഹനാഥന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ കള്ളത്തരത്തിലേക്ക് പോയി ബാങ്ക് കൊള്ള ചെയ്യുന്ന ചാലക്കുടിയിലെ ആളിനെ പോലുള്ള ആൾക്കാരെയും പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോൾ ഈ വീട് നിർമ്മിച്ചിരുന്നു. സൗദിയിൽ ഏതോ ഒരു കടയിൽ ജോലി ചെയ്യുന്ന അവരുടെ അച്ഛൻ പണം അയച്ചു കൊടുത്ത് കടമെല്ലാം വീട്ടിക്കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം ഇവർ വിസിറ്റിംഗ് വിസയിൽ അവിടെ പോവുകയും സന്ദർശിക്കുകയും സന്തോഷമായിട്ട് തിരിച്ചു വരികയും ചെയ്തു. നല്ല ഒരു കൊച്ചു സന്തോഷങ്ങൾ പൂക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രമാണ് അതുവരെ ഉണ്ടായിരുന്ന ഒരു സാധാരണ. പക്ഷേ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പള്ളിയിലുമൊക്കെയുള്ള സഹകരണം ഉണ്ടായിരുന്നെങ്കിലും സമൂഹവുമായിട്ട് വലിയ ഒരു ഇഴുകിച്ചേരലൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. കൂട്ടുകാരില്ലെന്നല്ല, പാടെ ഇല്ലെന്നുമല്ല, പക്ഷേ വലുതായിട്ട് സമൂഹവുമായിട്ട് ഇഴുകിച്ചേരുന്നൊരു സ്വഭാവമില്ല. പക്ഷേ ഇപ്പോൾ മനുഷ്യൻ അഫാൻ എപ്പോഴും എല്ലാവരോടും ചിരിക്കും, വിഷ് ചെയ്യും, അതിലൊതുങ്ങി സാമൂഹികമായിട്ടുള്ള ഒരു ബന്ധം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അധികം സമ്പർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകങ്ങൾ രാവിലെ തൊട്ട് പരമ്പരയായിട്ട് അരങ്ങേറിയിട്ടും ചുറ്റുമുള്ളവരാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. വൈകുന്നേരമാണ് അവരും അറിയുന്നത്. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ സമ്പർക്കത്തിൻ്റെ കുഴപ്പം. പിന്നെ ചിലർ പറയുന്നു സ്ഥിരീകരിക്കാത്ത
വർത്തമാനങ്ങളിലൂടെ അദ്ദേഹം ലഹരിക്ക് അടിമയായിരുന്നു. എല്ലാം ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ലെന്നും അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കളും അടുത്ത ആൾക്കാരും പറയുന്നു. കാരണം ഈ സന്ദർഭം അത് പറയാനുള്ളതല്ലല്ലോ. കാരണം നാട്ടുകാരുടെ ഒരു വാർത്ത കൊടുക്കുക എന്നുള്ളതല്ലല്ലോ നാട്ടുകാരുടെ. അവരുടെ മര്യാദ എന്ന് പറയുന്നത് ഈ ദുഃഖത്തിൽ പങ്കുചേരുക. അതിനിടയ്ക്ക് ഈ വാർത്തകൾ പങ്കുവെക്കാനല്ല ഇവരിയ്ക്കുന്നത്. ചാനലുകൾ മാറി മാറി ചോദിക്കുന്നുണ്ട്. ചാനലുകളിൽ ചിലതൊരു ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. ഞങ്ങൾ ഞെട്ടിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആവേശം കാണിക്കുന്നുണ്ട്. ഒരു അശ്ലീലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുടുംബം വേദനിച്ച് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഒരു നാട് മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അപരിഹാര്യമായിട്ടുള്ളൊരു നഷ്ടമാണ് കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഏത് ചാനലുകളുടെ ഏത് ക്യാമറയും ഏത് മൈക്കും ചെന്നാലും പരിഹരിക്കാത്ത ഒരു ദുഃഖം. ആ ദുഃഖത്തിൽ നിന്ന് മുമ്പിൽ വിമുഖമായിരിക്കുക എന്നുള്ളത് അല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആശ്വസിപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ പറ്റും? പോയ ജീവികളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിഞ്ചു കുഞ്ഞിൻ്റെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മരിച്ച പിഞ്ചു കുഞ്ഞിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇസ്രായേലുകാരിൽ നിന്ന് കൊണ്ടുപോയി ഹമാസ് തീവ്രവാദികൾ കൊന്ന പിഞ്ചു കുഞ്ഞ് 9 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെയും ഈ കുഞ്ഞിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ അനിയനായ കുഞ്ഞിൻ്റെയും വേദന ഒന്നുപോലെയാണ്. കാരണം മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ് അവർ. മനുഷ്യ DNA-യുടെ ഭാഗങ്ങളാണ് അവർ എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം, ചങ്ക് പൊട്ടിക്കുന്ന കാര്യം. അപ്പോൾ ഈ കുട്ടിക്ക് നോർക്കണം, അതിൻ്റെ ഒരു ഈ പിന്നെ വൈലോപ്പിള്ളിയുടെ കവിത പോലെ തന്നെ മാമ്പൂവ് അല്ലേ, മാമ്പഴം കവിത നമ്മളെ വേദനിപ്പിക്കുന്ന. കൊച്ചുകുട്ടി പൂക്കൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാങ്ങ കഴിക്കുന്നതിന് മുമ്പേ അത് ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരിക്കലും പൂക്കാത്ത ഒരു മാമ്പഴക്കാലത്തേക്ക് പോയ ഒരു കഥയുണ്ടല്ലോ, ഒരു കവിതയായിട്ട് അവതരിപ്പിച്ചു, കേരളത്തിലെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചത്. ആ കുട്ടിയുടെ കഥ പറയുന്ന പോലെ വേദനിപ്പിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഈ കുട്ടിയോട് വളരെ സ്നേഹമായിരുന്നു അഭാന്. അത് ഈ കുട്ടിക്ക് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതിന് ശേഷം തൊട്ട് മുമ്പ് ഇവന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്ന് പറയുന്ന കുഴിമന്തിയാണ്. ഓർക്കണം, ആ കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തു. ആ കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് കൊല ചെയ്യുന്നത്. നമ്മൾ ഈ കോഴിയൊക്കെ കൊല്ലുന്നതിന് മുമ്പ് അതിന് അരി ഇട്ട് കൊടുക്കും. അരിയും വെള്ളവും എല്ലാം കൊടുത്ത് അതിനെ ഈ കൊലമരത്തിലേറ്റാൻ പോകുന്നതിന് മുമ്പ് കൊലപ്പുള്ളിക്ക് ആഹാരം കൊടുത്തിട്ട് എന്ത് സങ്കടമാണ്. അപ്പോൾ പോലും അറിയുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയാണെന്ന്. എന്ത് കഷ്ടമാണിത്, എന്ത് നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണിത്. അവനെ ഇനി നമുക്ക് തിരിച്ചു കിട്ടുമോ? ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ അവൻ്റെ അവസാന നിമിഷങ്ങൾ, അതിൻ്റെ വേദനകൾ, പിടഞ്ഞാണ് ഓരോരുത്തരും മരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പുതിയൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു കാമുകി ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അതിൽ സമൂഹത്തിലെ ഒരു വലിയ ഒരു കുഴപ്പമൊന്നും ഉണ്ടാക്കുന്ന, അവരുടെ സമുദായത്തിലൊരു കുഴപ്പമുണ്ടാക്കുന്ന കാര്യമല്ല സ്വസമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇവൻ ചെന്ന് ഇവൻ്റെ അമ്മയോട് ആഭരണം ചോദിച്ചെന്നു, ആഭരണം കൊടുത്തില്ല. അതിൻ്റെ പകയ്ക്കാണ് ഇത് ചെയ്തത് എന്നാണ് വരുന്നത്. ഇപ്പോൾ കേൾക്കുന്ന കഥ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല, തെളിവുകൾ വരാത്തിടത്തോളം കാലം. പറയട്ടെ ആ ഭാഷ്യമനുസരിച്ചാണെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ ഇന്നത്തെ തലമുറയുടെ EQ ലെവൽ, IQ വളരെ ഉയർന്നതായിരിക്കും അവരുടെ, പക്ഷേ EQ ലെവൽ, ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന സാധനം വളരെ വളരെ പരിതാപകരമാണ്. ഒരാഭരണം കിട്ടിയില്ലെങ്കിൽ ഉടനെ 6 പേരെ കൊല്ലുക എന്നുള്ള മനഃശാസ്ത്രമുണ്ടല്ലോ. ആഗ്രഹിച്ചത് കിട്ടാത്തതിന് 6 ജീവനുകൾ. അപകടകരമാണ്, അപകടകരം തന്നെയാണ്. ആവർത്തിക്കുകയാണ്, അപകടകരമാണ്. ആ ഒരു EQ ലെവൽ നമുക്ക്, അതായത് വൈകാരിക ക്ഷമതാ നിലവാരം നമ്മുടെ സമൂഹത്തിൽ ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക്, അമേരിക്കയിലെ പോലെ തോക്കും ചൂണ്ടി കൂടെ പഠിച്ച വിദ്യാർത്ഥികളെ ക്രൂരമായി കൊല്ലാൻ മടിക്കാത്ത കുട്ടികളുടെ മനഃശാസ്ത്രത്തിലേക്കായിരിക്കും നമ്മുടെ പുതിയ തലമുറ നമ്പർ 1 എന്ന് അഭിമാനിക്കുന്ന, വിദ്യാഭ്യാസത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും നമ്പർ 1 എന്ന് അഭിമാനിക്കുന്ന കേരള സമൂഹം പോവുക. ഇതൊരു അഫാൻ്റെ മാത്രം കഥയല്ല. ഈ വൈകാരിക ക്ഷമതയില്ലാതെ ഡ്രഗിനും മറ്റും അഡിക്റ്റുകളായിത്തീരുന്ന ആളുകളുടെ എണ്ണം പെരുകി വരുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ജീർണം മാത്രമല്ല, ഭ്രാന്ത് പിടിച്ച സമൂഹമാണ്. ഭ്രാന്ത് പിടിച്ചവരുടെ ഒരു ലോകമാണ് വരുന്നത്, പേ പിടിച്ചവരുടെ ലോകമാണ്. അതെ, ആ ലോകം മറ്റേതൊരു സമൂഹത്തെക്കാളും കൂടുതൽ ജീവനും സ്വത്തിനും സ്വൈര ജീവിതത്തിനും സഞ്ചാരത്തിനുമൊക്കെ തന്നെ അപകടം വിതയ്ക്കുന്ന ഒന്നായിട്ട് മാറും. വലിയ ഭീഷണി. തീവ്രവാദികളെക്കാൾ കൂടുതൽ അപകടകാരികളാണ് ഈ ഡ്രഗ് അഡിക്ട്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ക്രമസമാധാന നില അല്ലെങ്കിൽ തന്നെ വളരെ വഷളായിരിക്കുകയാണ് കേരളത്തിൽ എന്നും നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഇതും കൂടി, ഈ സാമൂഹിക സുരക്ഷയും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ, കുടുംബങ്ങൾക്ക് പോലും സുരക്ഷയില്ലെന്ന് വന്നുകൂടിയാൽ, ഇങ്ങനെയുള്ള ചെറുപ്പക്കാരാണ് വളർന്നു വരുന്നത് എന്ന് വന്നു കൂടിയാൽ, നമ്മൾ മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധം ശതഗുണീഭവിക്കണം. പക്ഷേ അക്കാര്യത്തിൽ പശ്ചാത്ഗമനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ടുള്ള പോക്കല്ല, പിന്നോട്ടുള്ള പോക്കാണ്.
ഡ്രഗോടുകൂടി ഒരു കൂട്ടം യുവാക്കളെ സധൈര്യം പിടിച്ച പോലീസിനെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് നമ്മുടെ നാട്ടിൽ ഭരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും താളം തെറ്റുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ പോകാതിരിക്കാൻ അഫാൻ നമ്മുടെ നേരെ കഴിച്ചുകൊണ്ടുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല, ഇപ്പോഴീ കേസിൻ്റെ നടപടികളും അതിൻ്റെ പോസ്റ്റ്മോർട്ടം, അതിനുള്ള ഇൻവെസ്റ്റിഗേഷനായിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സമൂഹ മനസ്സിൻ്റെ ഒരു ഇൻക്വസ്റ്റും കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല, അതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു അന്വേഷണം കൂടി നടത്തി അതിനു വേണ്ട തിരുത്തലുകൾ, പറ്റിയിരിക്കുന്ന മുറിവുകൾക്കുള്ള മരുന്നുകൾ, പരിഹാരം, അതെ, കോസ്മെറ്റിക് സർജറി പോറ ആഴത്തിലുള്ള ഒരു സർജറി ആവശ്യമുണ്ടെങ്കിൽ അത് നടത്താനുള്ള സമയമാണ്. സാമൂഹിക ശാസ്ത്രജ്ഞർക്കുള്ള ഒരു വെല്ലുവിളിയായിട്ട് വെഞ്ഞാറമ്മൂട്ടിലെ ഈ കൊലകൾ നമുക്ക് നൽകുന്ന താക്കീത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.